ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴും ചർച്ച നടക്കുന്ന വിഷയമാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ സിറ്റ് ഔട്ടിലിരുന്നാൽ മതി എന്നൊക്കെ. ശത്രുവിനോട് പോലും ഇങ്ങനെ പറയരുതെന്ന് നമ്മുടെ ജിസയിൽ വൈൽഡ് കാർഡ് വന്ന സമയം മുതൽ തുടങ്ങിയ ഒരു വിഷയമായിരുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന്. ലക്ഷ്മി ലാലേട്ടന്റെ മുന്നിൽ ഉറച്ച തീരുമാനത്തോടെ നിന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ആദില നൂറിയോട് മാറ്റി പറഞ്ഞിരുന്നു. എല്ലാം മറന്നിരിക്കുന്ന സമയത്താണ് ഫാമിലി വീക്ക് വന്നത്. അതിനുശേഷം ഒന്നുകൂടെ വിഷയം എല്ലാവരുടെയും മനസ്സിൽ ആഴ്ന്നിറങ്ങി. ലക്ഷ്മിയുടെ അമ്മ സ്വന്തം മോളെ കളിയാക്കി പറഞ്ഞതാണേലും അതൊരു ചർച്ചാ വിഷയമായി. അതിനുശേഷം ലക്ഷ്മിയുടെ ക്യാരക്ടറിന് നല്ല ചേഞ്ചസ് വന്നിരുന്നു. സാബുചേട്ടൻ ഗസ്റ്റായി വന്നതിന് ശേഷം പറയുന്നുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കാൻ. ഇപ്പൊ ലക്ഷ്മിക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയതുപോലെയാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴായി ആദില നൂറ ലക്ഷ്മിയുമായി വഴക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ലക്ഷ്മി തന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആദില നൂറ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കും. അവരുടെ റിലേഷൻഷിപ്പ് കണ്ട് മറ്റുള്ളവർ ഇത്രയേ ഉള്ളൂ, ഇതിൽ വലിയ സംഭവമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ആദില നൂറ. ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ മനുഷ്യ കുഞ്ഞുങ്ങളായാണ് കാണുന്നത്. തന്റെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ അംഗീകരിക്കാൻ റെഡിയാണെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കും. ബട്ട് അവരും എന്റെ ചോരയല്ലേ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും പുറത്താക്കില്ല എന്നൊക്കെ. എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ബിന്നി പറയുന്നുണ്ട് ഷാനവാസ് ഒട്ടും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല, ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന്. ലെസ്ബിയൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ഹൌസിൽ പബ്ലിക് ആയിട്ട് ഒന്നും തന്നെ ഷാനവാസ് പറഞ്ഞിട്ടില്ല. ആക്ച്വലി എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. മാനസികമായി തകർക്കുന്നതിനേക്കാൾ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.